സുഹൃത്തുക്കളെ, അങ്ങേയറ്റത്തെ ഒരു നഷ്ടബോധത്തോടെയും വിഷമത്തോടെയും കൂടിയിട്ടൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ലൈവിലൊന്നും വന്നിരുന്നില്ല. ഞാൻ ഈ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദര തുല്യനായിട്ടുള്ള മൊമാലേക്ക എന്ന് പറയുന്ന കുട്ടിയാപ്പാക്കൻ്റെ അമീർ കുട്ടിയാപ്പു എന്ന് പറയും, അവിടുത്തെ CPM ലോക്കൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ നാട്ടിലേക്ക് പോയിരുന്നു. ഈ പോകുന്ന ദിവസം സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഞാനിപ്പോഴും ഡിസോർഡറിലാണ്. അത് നിങ്ങൾ ക്ഷമിക്കണം എന്നുള്ളത് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. കാരണം മനുഷ്യനാകുമ്പം ഇവരെ പോലെ റിയാസിനെ പോലെയും വീണ ജോർജിനെ പോലെയും കാരണബോധനെ പോലെയും നുണ പറഞ്ഞൊന്നും എനിക്ക് ചെയ്യില്ല. എനിക്കുള്ള കാര്യം ഞാൻ ഉള്ളമായി തന്നെ പറയും. ഞാൻ കള്ളുടിച്ചെങ്കിൽ കള്ളുടിച്ചെന്ന് പറയും, സിഗരറ്റ് പിടിച്ചെങ്കിൽ സിഗരറ്റ് പിടിച്ചെന്ന് പറയും, പച്ചക്കറി കഴിച്ചെങ്കിൽ പച്ചക്കറി കഴിച്ചെന്ന് പറയും, ചിക്കൻ കഴിച്ചെങ്കിൽ ചിക്കൻ കഴിച്ചെന്ന് പറയും. എനിക്ക് അങ്ങനെ തന്നെ ഉള്ളൂ. അല്ലാതെ ഇവരെയൊന്നും മാറിയുള്ള ഈ ഉടായ്പ പരിപാടിക്കൊന്നും എനിക്കിഷ്ടമില്ല. എനിക്ക് അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരെ ഇഷ്ടമല്ല, എനിക്ക് അങ്ങനത്തുള്ള മനുഷ്യരെ ഇഷ്ടമല്ല. എൻ്റെ കുടുംബത്തിലാണെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള ഒരു ഞാൻ ബന്ധം സൃഷ്ടിക്കാത്ത ഒരാളാണ്. അപ്പം ഞാൻ ഈ കുട്ടിയാപ്പാക്കയ്ക്ക് സീരിയസ് ആണെന്നുള്ളത് കഴിഞ്ഞ ആഴ്ച അറിഞ്ഞു. കുട്ടിയാപ്പാക്ക എൻ്റെ പഴയ ഞാൻ ലോക്കൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. പുള്ളിയുടെ മക്കളുമായിട്ടും പുള്ളിയുടെ 3 മക്കളുമായിട്ടും, ഷബീറുമായിട്ടും കുഞ്ഞൂട്ടിയായിട്ടും മോളുമായിട്ടും മോളുടെ ഭർത്താവ് ഭാവിയായിട്ടും ഒക്കെ ബന്ധമുണ്ടായിരുന്നു. അപ്പം കുട്ടിയാപ്പാക്കയ്ക്ക് സീരിയസ് ആണ് എന്നുള്ളൊരു വിവരം എന്നോട് കുട്ടിയാപ്പാക്കയുടെ അനിയൻ ഹൈദരാക്ക് എന്നെ വിളിച്ച് പറയുന്നു. ഹൈദരാക്ക മഞ്ചേരിയിൽ പ്രസ് നടത്തുക. അപ്പം ഞാൻ ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, വന്നിട്ട് കാര്യമില്ല, കാണാൻ പറ്റില്ല. അപ്പോൾ ഈ കുട്ടിയാപ്പാക്കയുടെ വലിയ മകൻ ഷബീർ നാട്ടിലേക്ക് എത്തിയിട്ടില്ല, കുഞ്ഞുട്ടിയേ ഉള്ളൂ. ഷബീർ എത്തിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഏട്ടങ്ങൾ വന്നിട്ട് കാര്യമില്ല, ഉപ്പാനെ കാണാൻ പറ്റില്ല, ഞങ്ങൾക്ക് എന്നെ കാണാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഒരു 5-6 ദിവസം മുമ്പ്, കൃത്യമായിട്ട് ആ ദിവസം ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ആകെ ഡിസോർഡറായിപ്പോയി. ഞാൻ ആകെ എൻ്റെ ഈ സൈക്കാട്രിക് ലെവൽ മുഴുവൻ മാറിപ്പോയി. ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്നെ ഹൈദരാക്ക വിളിക്കുന്നു, പുള്ളിയുടെ അനിയൻ ഹൈദരാക്ക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാജാ അവസ്ഥ മോശമാണ്, വെന്റിലേറ്ററിൽ നിന്ന് നീക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. വെന്റിലേറ്ററിൽ നിന്ന് നിൽക്കാന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അവർക്ക് ഹോസ്പിറ്റലുകാർക്ക് പൈസ കിട്ടുന്നതാണ്. അവർ വെന്റിലേറ്ററിൽ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇതും കഴിഞ്ഞ് അവർ 2 മണി 2:30 സമയത്താണ് ഹൈദരാക്ക വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 4 മണി സമയത്ത് ഷബീർ, ഇമാനു എന്ന് പറയുന്ന ഷബീർ എന്നെ വിളിക്കുന്നു. ഷബീറിനെ പറഞ്ഞു, രാജേട്ട ഉപ്പാന്റെ അവസ്ഥ മോശമാണ്, അവസാനമായിട്ട് കാണേണ്ടവരൊക്കെ കണ്ടോളാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ 2 ദിവസമായിട്ട് കണ്ടുപിടിക്കാതിരിക്കുക, മര്യാദയ്ക്കിരിക്കുക. പക്ഷെ എനിക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. ഓർമ്മകളിലേക്ക് പോയി. കാരണം എന്ന് വെച്ചാൽ ഓർമ്മകളിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടിയാപ്പാക്ക എന്നെ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. തന്നെ ഇജന്ന് വാ. ഞാൻ 2015 അവസാനം കണ്ടത്. 2015 മഞ്ചേരി ഇപ്പം അന്തരിച്ചു പോയ CIT നേതാവ് ഷംസാഖിന്റെ കൂടെയാണ് ഞാൻ അവിടെ പോയത്. അന്ന് പോയിട്ട് കുട്ടിയാപ്പാക്കെതിരെ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ച് ജയിച്ച ഷൈജലിന്റെ വീട്ടിൽ പോയി. ഷൈജലിന്റെ ഉപ്പാനതിനു മുമ്പ് കുട്ടിയാപ്പാക്ക സലാമുക്കാനെ തോപ്പിച്ചതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. ആ പഞ്ചായത്തിൽ ആ വാർഡിൽ ആദ്യമായിട്ടാണ് ഒരു CPMന്റെ ആള് ജയിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചരിത്രമുണ്ട്. അന്ന് കുട്ടിയാപ്പാക്ക ജയിച്ചപ്പോൾ ഞാൻ 2010 തെരഞ്ഞെടുപ്പിലാണ്. ഞാൻ അന്ന് ലീവ് എടുത്ത് ഞാൻ ഓഫീസിലേക്ക് പോകണ വഴിക്ക് ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ ലീവ് എടുത്ത് തിരിച്ചു പോകുന്ന ആളാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇവിടുത്തെ വാർത്തകൾ അറിയണമെന്ന് എഴുതിയിട്ട്. അപ്പം കുട്ടിയാപ്പാക്കയാൽ പരാജയപ്പെട്ട സലാമുക്കയോടും എനിക്ക് വിരോധമില്ല, കുട്ടിയാപ്പാക്കനെ പരാജയപ്പെടുത്തിയ ഷൈജിനോട് എനിക്ക് വിരോധമില്ല, ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, ഒരു സാധനമില്ല. നമുക്കൊരു പൊളിറ്റിക്കൽ ഈ മത്സരം, എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണെന്നുള്ള രീതി തന്നെ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഈ സലാംഖാന്റെ വീട്ടിൽ നിന്ന് ചായയെ കുറിച്ച് ഈ ഷംസാക്ക തിരിച്ചു പോന്നു. ഷംസാക്കിൻ്റെ അന്ന് അന്നത്തെ അവിടുത്തെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ബാലനും ഉണ്ടായിരുന്നു. ബാലൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു സ്ഥലം നോക്കാൻ വേണ്ടി പോയതാണ്. ഇത് കഴിഞ്ഞ് ഞാൻ ഷംസാക്ക തിരിച്ചു പോയി. ബാലൻ ബാലന്റെ വഴിക്ക് പോയി. ഞാൻ എന്ത് ചെയ്തു, കുട്ടിയാപ്പാക്കൻ്റെ വീട്ടിൽ പോയി. അവിടെ ഈ നോമ്പുറക്കി കൂടിയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോന്നിട്ട് ഈ 9 വർഷത്തിനിടയ്ക്ക് പിന്നീട് ഞാൻ ഒരിക്കലും ആ നാട്ടിലേക്ക് പോയിട്ടില്ല. പിന്നീട് ഇപ്പോൾ കുട്ടിയാപ്പാക്ക മരിച്ചപ്പോഴാണ് പോകുന്നത്. അതിനിടയ്ക്ക് പോയി ഒരു ഇലക്ഷൻ 2020 ഇലക്ഷൻ പ്രചരണത്തിന് വാഹനത്തിൽ കയറിയിട്ടൊരു പോക്ക് പോയി എന്നല്ലാതെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇവരെ ആരെയും പേഴ്സണലായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുട്ടിയാപ്പാക്ക് പലവട്ടം എന്നോട് വിളിച്ചു പറയും,
ഇതൊന്ന് വാ, അന്നൊന്ന് കാണാൻ പൂതിയുണ്ട്. അന്നൊന്ന് കാണാൻ പൂതിയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ തെക്കുള്ള ആൾക്കാർക്ക് മനസ്സിലാവാത്ത ഭാഷയാണെങ്കിൽ പൂതിയുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിന്നെ ഒന്ന് കാണാൻ കൊതിയുണ്ടെന്ന്, നിന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ പിന്നെ പോയില്ല. പിന്നെ കുട്ടിയപ്പാക്കയുടെ ഈ ഒരു മരണവാർത്തയാണ് കേൾക്കുന്നത്. അപ്പം ഞാൻ ഇവർ പിന്നെ അനിയനും മകനും ഒക്കെ എന്നെ വിളിച്ചതിന് ശേഷം ഞാനപ്പോൾ എൻ്റെ സുഹൃത്തുണ്ട് മനോഹർ വർഗീസ്. മനോഹർ അപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ വണ്ടി ഇവിടെ എറണാകുളത്തുണ്ട്. അപ്പോൾ അവൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ചക്കര എന്ന് പറഞ്ഞിട്ട് ഇടക്കരയുള്ള പിന്നെ ഒരു ടാക്സി ഡ്രൈവറായിട്ടുള്ള നമ്മൾ സുഹൃത്തുണ്ട്, സഹോദരൻ. പിന്നെ ചക്കര നമ്മളെ അടുത്ത ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ ചക്കര അവൻ്റെ ഒറിജിനൽ പേരെന്താണെന്ന് കൂടി എനിക്കറിയില്ല, ചക്കര എന്നറിയുള്ളൂ. ഇപ്പോൾ ഇവനെ വിളിച്ച് വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ മനോഹറിന് വണ്ടി ഓടിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് ബിവറേജിൽ പോയിട്ട് 2 പെയിൻറ്റ് മേടിച്ചു. 2 പെയിൻറ്റ് മേടിച്ചു. ഇവൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു പെയിൻറ്റ് ഏകദേശം തീർക്കാനായി. പിന്നെ ഇവൻ്റെ വണ്ടിയിൽ ഇത് ഡാലൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ ഒരു പെയിൻറ്റ്. മറ്റേ പെയിൻറ്റ് വേറെയുണ്ട്, ഗ്ലാസും വേറെയുണ്ട്, എല്ലാം എൻ്റെ ബാഗിനകത്തുണ്ട്. ഇവൻ എന്നെ കുറേ ചീത്ത പറഞ്ഞു മനോഹർ വർഗീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ SFIയുടെ പിന്നെ ചുങ്കത്ര കോളേജിലെ എഡിറ്റർ ആയിരുന്നു. പിന്നെ അവനിപ്പം ഈ എന്താ പറയുക, ഈ IT ഫീൽഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കമ്പനികൾക്കകത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. അവൻ്റെ ഭാര്യ അവിടെ ടീച്ചറാണ്. അവൻ എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ ഈ നിലമ്പൂരോ ഇടക്കരയൊക്കെ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ നിലമ്പൂർ പോയാലും മഞ്ചേരി പോയാലും ഒക്കെ ഉള്ള കുഴപ്പം, ഒരു ദിവസത്തേക്ക് പോയി കഴിഞ്ഞാൽ 5-6 ദിവസം അവളോട് ഏറിയിരിക്കും. ഈ ആൾക്കാരുമായിട്ടൊക്കെ കണ്ട് എല്ലാവരുമായിട്ട് കണ്ട് പിന്നെ എൻ്റെ സ്നേഹബന്ധങ്ങളൊക്കെ പുതുക്കി കള്ളുകൂടി നടത്തി എല്ലാം നടത്തിയിട്ട് ഞാൻ തിരിച്ചു വരുള്ളൂ. പക്ഷേ ഇവൻ എന്നെ ഒരു കെയർ ചെയ്തൊരു കൊണ്ടുപോലുണ്ട്. ഈ ഏപ്രിൽ 3-ാം തീയതി ഞങ്ങളൊരു ബാങ്കിങ് ആയിട്ടുള്ള ഡീലിംഗ് ഉണ്ടായിരുന്നു, പിന്നെ ചാലിയാർ ബാങ്കുമായിട്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവൻ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി. അവൻ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു, അവൻ എന്നെ കൊണ്ടുപോയി. പിന്നെ അവൻ തിരുവനന്തപുരത്ത് നിന്ന് കയറി, ഞാൻ പിന്നെ കൊച്ചിയിൽ നിന്ന് കയറി. അപ്പോൾ ഞാൻ എന്നെ നിലമ്പൂർ റൂം എടുക്കാൻ സമ്മതിച്ചില്ല. അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നീ അവിടെ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു. അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവൻ്റെ ഭാര്യ പ്രിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചിട്ട് ഇവൻ എന്നെ ഈ ബാങ്കിലൊക്കെ കൊണ്ടുപോയി കാര്യങ്ങളെല്ലാം ഏർപ്പാടെല്ലാം ഞങ്ങൾ നടത്തി തിരിച്ച് എന്നെ അന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറ്റി വിട്ടു. കാരണം ഈ മനോഹർ ഭയങ്കര കെയറിങ് ഉള്ള ആളാണ്. മനോഹറിനെ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്ക് സ്വരാജാണ് പിന്നെ മനോഹറിനെ പരിചയപ്പെടുത്തി തരുന്നത്. പക്ഷേ സ്വരാജിൻ്റെ ക്വാളിറ്റി ഒന്നുമല്ല മനോഹറിനുള്ള. വ്യക്തിബന്ധങ്ങളെ നന്നായിട്ട് കാണിക്കും. സ്വരാജിന് അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇന്ന് വരെ. കാരണം എനിക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നാറുള്ളതെന്ന് വെച്ചാൽ ഒരു ഡിപ്ലോമസി വെച്ച് പുറത്തുന്ന ഒരാളെന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ഈ മനോഹറിൻ്റെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഈ പിന്നെ പെരുന്തമണ്ണ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു മഞ്ചേരിക്ക് വരണം എന്ന് പറഞ്ഞു. അത് അവൻ പറഞ്ഞിട്ടാണ് അറിയുന്നത്. എനിക്ക് ഓർമ്മയൊന്നുമില്ല. എനിക്ക് അപ്പോഴത്തേക്കൊക്കെ ഞാൻ ആകെ ബ്ലാക്ക് ഔട്ടായി. അപ്പോൾ ഇവൻ പറഞ്ഞത്രേ എന്നോട്, പിന്നെ നീ എൻ്റെ വീട്ടിൽ വാ, നീ എൻ്റെ വീട്ടിൽ നിന്നിട്ട് നീ നാളെ രാവിലെ അങ്ങോട്ട് പോവാം മരണ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് കേൾക്കത്തില്ല, എന്ത് പറഞ്ഞാലും അനുസരിക്കത്തില്ല. ചക്കരയുടെ അടുത്തും പിന്നെ മനോഹറിൻ്റെ അടുത്തും അനുസരിക്കത്തില്ല. അവസാനം ഇവർ പറയുന്നത് നിലമ്പൂർ 1-ാം റൂം എടുക്കുക, അതും ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ എന്നെ ഇവർ മഞ്ചേരി കൊണ്ടുപോയിട്ട് 1-2 പിന്നെ ഹോട്ടലിലങ്ങോട്ട് റൂം നോക്കിയപ്പോൾ കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഇവരെന്നെ ഈ ആമീർ കൊണ്ടുപോയി ആക്കി. ആമീർ ചെന്നപ്പോഴത്തേക്ക് അപ്പം ഞാനൊരു കാര്യം ചെയ്തു. എനിക്ക് അപ്പോഴത്തേക്ക് ഈ പിന്നെ വെള്ളോളിയുടെ ഹാങ് ഓവറൊക്കെ കുറച്ച് കുറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ പിന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാവുണ്ട് അസ്കർ ആമീർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. അസ്കറിനെ വിളിച്ചിട്ട് ഞാൻ അതിനു മുമ്പ് ഞാൻ ഷിഹാബിനെ വിളിച്ചു, CPMൻ്റെ പിന്നെ പ്രവർത്തകൻ. ഷിഹാബിനെ വിളിച്ചപ്പോൾ ഷിഹാബും പിന്നെ ഒരു സാലിഫും ഉണ്ട്, പിന്നെ സജീറും ഉണ്ട്. ഇവരെന്നോട് പറഞ്ഞു, സാലിഫ് സജീറും ഒന്നും പറഞ്ഞില്ല. ഷിഹാബിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഷിഹാബിൻ്റെ പിന്നെ ഭാര്യ ആബിയൊക്കെ എന്നെ കഴിഞ്ഞ വർഷം വിളിച്ചതാണ് അവളുടെ മോളുടെ പിന്നെ അവൻ്റെ മോളുടെ അഡ്മിഷന് വേണ്ടിയിട്ട്. ഷിഹാബിനോട് പറഞ്ഞു, നീ തൃക്കലങ്കോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ തല്ലും, നീ മുസ്ലിം ലീഗിൻ്റെ പിന്നെ ആളായിട്ട് പോയില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇടയ്ക്ക് മുസ്ലിം ലീഗിൽ നിന്ന് പോയായിരുന്നു. അതൊക്കെ രസമായിട്ട് പോയതാണ് 2021 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്. ഈ നിലമ്പൂർ ഈ സഖാക്കളുമായിട്ട് കുറച്ച് ഉടക്കോട്ട് കൂടിയപ്പം ഞാൻ നേരെ മുസ്ലിം ലീഗിൽ പോയിട്ട് സാധിക്കൽ തങ്ങളെടുത്ത് പോയിട്ട് മെമ്പർഷിപ്പ് എടുത്ത് പോന്നു. പക്ഷേ ഏപ്രിൽ 2-ാം തീയതി മെമ്പർഷിപ്പ് എടുത്ത് ഏപ്രിൽ 6-ാം തീയതി തെരഞ്ഞെടുപ്പ് ഞാൻ വോട്ട് ചെയ്യാൻ പോയില്ല. പുള്ളി പറഞ്ഞെടുത്ത് പ്രചരണത്തിനും പോയില്ല. പിന്നെ അവരുടെ സംഘടന ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ പിന്നെ ഓക്കെ അല്ല. നമുക്കിപ്പം എന്താ വെച്ചാൽ സംഘടനയിൽ പ്രവർത്തിക്കാനാണല്ലോ താല്പര്യം. അതിന് പറ്റിയൊരു പിന്നെ പ്ലാറ്റ്ഫോം അല്ല. അപ്പം പിന്നെ നമ്മൾ പിന്നെ മെല്ലെ അങ്ങ് വിട്ടുപോയി. പിന്നെ നാളെ ഇനിയിപ്പോൾ വീണ്ടും അവരെ കൂടെ ചേരുവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടി പോവുക, അതൊക്കെ വേറെ കാര്യം. അതൊക്കെ പിന്നെ അപ്പം ഈ അപ്പോഴത്തെ ദേഷ്യത്തിനടുത്ത തീരുമാനമാണ്. അതിൽ ഷിഹാബിനോട് പറഞ്ഞു, നീ ലീഗിൽ പോയില്ല.
നീ പോയാൽ പിന്നെ നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാ ഷിഹാബേ തൃക്കലങ്കോട് പഞ്ചായത്തിന്റെ അതിരിയിൽ നിന്ന് ഞാനൊരു പച്ചക്കൊടിയും പിടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പ്രകടനം വിളിച്ചു വരുമെന്ന് പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയും പിടിച്ചിട്ട്. അതൊക്കെ ഒരു തർക്കമാണ് ഞങ്ങൾ തമ്മിൽ. കാരണം അത്രയും വലിയ ആത്മബന്ധമുള്ള ഷിഹാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സഹോദരനാണ്. ഷിഹാബിന് ഞാനും അങ്ങനെയാണ്, ഷിഹാബിന്റെ ഭാര്യയ്ക്ക് അങ്ങനെയാണ്, ഷിഹാബിന്റെ മക്കൾക്ക് അങ്ങനെയാണ്, പിന്നെ ഷിഹാബിന്റെ ജ്യേഷ്ഠൻ ഉസ്മാക്കൾക്ക് അങ്ങനെയാണ്, ഷിഹാബിന്റെ മറ്റൊരു ജ്യേഷ്ഠൻ മൂസാപ്പൂന് അങ്ങനെയാണ്. എല്ലാവർക്കും അങ്ങനെ അങ്ങനത്തെ ഒരു ബന്ധമുള്ള. അപ്പം അതൊന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെ ഞാനങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഞാനപ്പോൾ പിന്നെ എൻ്റെ ബാഗ് വെക്കണമല്ലോ, റൂം എടുക്കാൻ നോക്കിയപ്പോൾ കിട്ടിയില്ലല്ലോ. അപ്പം ഞാൻ ഈ അസ്കർ ആമീറിനെ വിളിച്ചായിരുന്നു, ഈ മുസ്ലിം ലീഗിന്റെ നേതാവ്, പിന്നെ നമ്മളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. ഇന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ ഈ മേയർ ആര്യാനെ കുറിച്ച് പറയുന്നില്ലേ, അസ്കർ നല്ലൊരു ചെറുപ്പക്കാരനാണ്, മിടുക്കനാണ്, സ്മാർട്ടായിട്ടുള്ള. അസ്കറിന്റെ ഉപ്പേരും ഉമ്മാനെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അസ്കറിനെ ഞാൻ വിളിച്ചു. അസ്കറെ, പിന്നെ ഇതിന്റെ കണ്ടീഷൻ കുറച്ച് മോശമാണ്. അപ്പൊ എൻ്റെ അടുത്തൊരു ബാഗ് ഉണ്ട്, അത് എവിടെയും വെക്കണം. അത് കുഴപ്പമില്ല രായേട്ടാ, നിങ്ങളോട് വരിയെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കണ്ടപ്പോൾ പിന്നെ അവർ പറഞ്ഞു രായേട്ടൻ പെട്ടെന്ന് തിരിച്ചു പോയിക്കോന്ന് പറഞ്ഞു, രായേട്ടോടെ കണ്ടാന്ന് പറഞ്ഞു. കാരണം അവൻ അത്രയും സ്നേഹമുണ്ട്. അപ്പം എന്ന് വെച്ചാൽ ഞാൻ അവിടെ കിടന്ന് നാണക്കോടുകൂടി നിൽക്കാൻ, പിന്നെ നിൽക്കുന്നത് കാണാൻ അവർക്കൊന്നും ഇഷ്ടമില്ല. ഞാൻ ഈ കുട്ടിയാപ്പാക്കൻ്റെ വീട്ടിൽ പോയിട്ട് ആകെ വഷളായി. ആൾക്കാർ പറയണമെന്ന് വെച്ചാൽ ഒന്നാമത് ഞാൻ നന്നായി മദ്യപിച്ചിട്ടുണ്ട്. പിന്നെ മനോഹർ അങ്ങ് തിരിച്ചു പോവുകയും ചെയ്തു. മനോഹറും വന്നത് കണ്ടു, കാരണം അവിടെ വരെ വന്നതല്ലേ. ഈ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കുട്ടിയാപ്പാക്കൻ്റെ മുഖത്ത് ഇങ്ങനെ തലോടുക, ഉമ്മൊടുക്കുക, ഇതൊക്കെ തന്നെ. അതൊന്നും എൻ്റെ ഒരു ഓർമ്മയിലല്ല. എൻ്റെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ട് പോയി. കാരണം ഞാൻ ഇമോഷണലായിപ്പോയി, ബ്ലാക്ക് ഔട്ട് സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു പിന്നെ 2:45 ചെന്ന് 2:45 കൂടി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 മണിയായപ്പം പിന്നെ അസ്കർ കൂടി വന്നിട്ട് എന്നോട് പറഞ്ഞു, രേട്ടങ്ങൾ ചെല്ല്, നിങ്ങൾ പിന്നെ റൂം എടുക്കുക, നിങ്ങൾ പോയി കിടന്നുറങ്ങുക, റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് അവിടുന്ന് പിന്നെ പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറായിട്ടുള്ള മധുവേട്ടനുണ്ട്, പിന്നെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള പിന്നെ മനു കരിക്കാടുണ്ട്. മനു ഒക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനെ പോലുള്ള പിന്നെ ആൾക്കാരാണ്. മധുവേട്ടനാണെങ്കിലും മധുവേട്ടൻ്റെ വണ്ടിയുടെ പുറകിലാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളത്. മധുവേട്ടൻ്റെ വണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് പിന്നെ ഒന്ന് ട്രയൽ നോക്കിയിട്ടുള്ളത്. മധുവേട്ടൻ പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറാണ്, പഴയ ലോക്കൽ സെക്രട്ടറിയാണ്. ഇവരുണ്ട്, പിന്നെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എല്ലാവരുമായിട്ട് കാണുന്നു, എല്ലാവരെയും കാണുന്നു. അപ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ എല്ലാവരെ കണ്ടാലും കെട്ടിപ്പിടിക്കുക. ഇതെന്നെ പരിപാടി, ആകെ കലാപരിപാടി കൊണ്ട് നാശമായി. ഇതൊന്നും എനിക്കറിയില്ല. ഞാനിതൊക്കെ പിന്നെ എൻ്റെ ഓർമ്മയിൽ ഇതൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആകെ ആ നാട്ടിലേക്ക് ഒരു 9 വർഷത്തിന് ശേഷം ചെന്നപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷമത്തിന്റെ ഭാഗം. കാരണം കുട്ടിയാപ്പാക്ക് എന്നെ വിളിച്ചപ്പോൾ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ ജീവനോടെ എനിക്കൊന്ന് കണ്ട് സംസാരിക്കായിരുന്നല്ലോ, അത് പറ്റിയില്ല എന്നുള്ളത്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഈ നാടകം കളിയും എൻ്റെ ഈ പിന്നെ കാലവില പരിപാടി എല്ലാം കൂടിയായിട്ട് പിന്നെ ഇവർ അവിടുന്ന് പിന്നെ വണ്ടിയൊക്കെ എടുത്ത് പിന്നെ ഈ അസ്കറാമീർ മുസ്ലിം ലീഗിന്റെ പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള അസ്കറിന്റെ ഉമ്മാനെയും കണ്ടു. പിന്നെ അസ്കറിന്റെ ഉമ്മാനെയൊന്നും കാണാൻ പോയില്ല. അസ്കറിന് എന്നോട് പിന്നെ പറഞ്ഞു, ചേട്ടാ ആ കണ്ടീഷനിൽ പിന്നെ ഉമ്മാനെയൊന്നും കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകണ്ടെന്ന് എഴുതിയിട്ടാണ് ഞാൻ പെരേക്ക് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ഷൈജലിനെ കണ്ടു, എല്ലാവരെയും കണ്ടു. ഞാൻ പിന്നെ അതേ ലീഗുകാരെ കണ്ടു, കോൺഗ്രസ്സുകാരെ കണ്ടു, സഖാക്കളെ കണ്ടു, എല്ലാവരും കണ്ടു. സഖാക്കളാണ് കൂടുതലുള്ളത്. ഇവിടുന്ന് ഞാൻ പിന്നെ അസ്കർ, പിന്നെ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള അസ്കറിനെ മഞ്ചേരിയിൽ റൂമെടുത്ത് അവിടെ റെഡിയാക്കി. റൂമിന്റെ പൈസയൊക്കെ ഞാനെ കൊടുത്ത്, അവനെ കൊണ്ടേയും കൊടുപ്പിക്കൂലല്ലോ. കാരണം എന്ന് വെച്ചാൽ അവനും അത്ര വലിയ ശേഷിയുള്ള ആളൊന്നുമല്ല, സാധാരണക്കാരനാണ്. ഈ രാഷ്ട്രീയം കൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല. ചെറുപ്പത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായതാണ്. പിന്നെ അവൻ്റെ വാപ്പ ഇന്നിയെ മറ്റേക്കാൻ എനിക്കറിയാം, അവൻ്റെ ഉമ്മ ബിച്ചാത്തനെ എനിക്കറിയാം. ഇതിൽ പിന്നെ മഞ്ചേരി വന്നാണ്ട് റൂമെടുത്തു. മഞ്ചേരി വന്നിട്ട് റൂമെടുത്തിട്ട് അടുത്ത ദിവസമായപ്പം ഞാൻ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഞാൻ മഞ്ചേരി ഉണ്ട്, കാണേണ്ടവർക്ക് കാണണം എന്നൊക്കെ പറഞ്ഞു. അല്ല അന്നന്നെ പിന്നെ ഈ വെളുപ്പിന് 5 മണിക്ക് എന്നെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വിട്ടിട്ട് ഈ ഉച്ചയ്ക്ക് 1 മണിക്കാണ് ബോഡി എടുക്കുന്നത് കുട്ടിയാപ്പാക്കയുടെ. ഞാൻ 12 മണിയായപ്പോഴത്തേക്ക് അവിടെ ചെന്നു. അപ്പോൾ പിന്നെയും എൻ്റെ കലാപരിപാടിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ നല്ല അടിച്ച് വീലായിട്ടായിരുന്നു. പിന്നെ എന്നോട് 1-2 ആൾക്കാർ പറഞ്ഞതെന്താ അറിയോ, പള്ളിക്കകത്ത് ബോഡി കൊണ്ടുപോയപ്പോൾ നീ കയറി നിസ്കരിക്കുമെന്ന് ഞങ്ങൾക്ക് പേടിയായി പോയി എന്ന് പറഞ്ഞു. കാരണം എനിക്ക് നിസ്കരിക്കാനൊന്നും അറിയില്ല, പക്ഷേ അത്രമാത്രമായിരുന്നു രാജാ നിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു. ഭയങ്കര മോശമായിപ്പോയി. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അതിനകത്ത്. ഞാൻ ഇത്ര കണ്ടിട്ട് കോമാളിയുടെ വേഷത്തിലേക്ക് എത്തിപ്പോയല്ലോ എന്നുള്ള സങ്കടം എനിക്ക് വല്ലാതെ ഉണ്ട്. അപ്പം അതൊന്നും പറഞ്ഞാൽ തീരില്ല. പക്ഷെ ഇതൊക്കെ സ്നേഹം കൊണ്ട് സംഭവിച്ചു പോയതാ. ഞാൻ
അങ്ങനെ ഒന്ന് കള്ളുകൂടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിർത്താൻ പറ്റില്ല. ഞാൻ പിന്നെ കുറച്ച് ദിവസം അങ്ങനെ പോകും. പിന്നെ വീഡിയോ സ്റ്റോറി ചെയ്യില്ല, ഒന്നുമില്ല, ചാനലിൽ പോയിട്ട് വർക്ക് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അപ്പം അങ്ങനെ പിന്നെ കുട്ടിയപ്പൻ്റെ അന്ത്യയാത്രയ്ക്കകത്ത് എല്ലാത്തിനകത്തും കൂടെ ഉണ്ടായിരുന്നു. പള്ളിക്ക് പോയി. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പം ഇവർ അപ്പം ഈ പിന്നെ മൂപ്പരനിയൻ ഹൈദരാക്കിയും മൂപ്പരെ പിന്നെ കുട്ടിയപ്പാക്കൻ്റെ മക്കൾ 2 ആളുണ്ട്. പിന്നെ ഹൈദരാക്കൻ്റെ മകൻ കുഞ്ഞുണ്ട്. ഇവരെന്നോട് പറഞ്ഞു വീട്ടിൽ വന്നിട്ട് ചോറ് കഴിച്ചിട്ട് പോകാറ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു കണ്ടീഷൻ ശരിയല്ലല്ലോ, ഞാൻ ഇനിയിപ്പോൾ നിൽക്കുന്നില്ല, ഞാൻ പോവുകയാണ് പറഞ്ഞു. അപ്പം മഞ്ചേരി നഗരസഭയുടെ പഴയ പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോൾ പാർട്ടിയുടെ ഏരിയ സെൻട്രൽ അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് കെ ഫിറോസ്ക വന്നു. ഫിറോസ്ക വണ്ടി കൊണ്ടുവന്നിട്ട് രാജ പിന്നെ നീ അങ്ങടിക്കല്ലേ എന്നാ കയറുന്നു പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞ അനുസ്മരണ യോഗം ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് കയറാം. അപ്പോൾ ഈ അനുസ്മരണ യോഗത്തിന് പോയപ്പം എല്ലാവരും ഉണ്ട്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ VM സൗദാക്കുണ്ട്, പിന്നെ കോൺഗ്രസിന്റെ നേതാവ്, പിന്നെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധാകരനുണ്ട്. ഒക്കെ എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. സൗദാക്കാണെങ്കിലും പിന്നെ സൗദാക്കാരുടെ കുടുംബമായിട്ടും വീടുമായിട്ടും നല്ല ബന്ധമുള്ള, സുധാകരനും നല്ല ബന്ധമുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ അസ്കർ അമീറുണ്ട്. പഴയ മുസ്ലിം ലീഗിന്റെ പിന്നെ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന ഷൈജില അമീറുണ്ട്. പിന്നെ പാർട്ടിന്റെ ഞാൻ പറഞ്ഞ പോലെ ഏരിയ കമ്മിറ്റി മെമ്പർ പിന്നെ മധുവട്ടുണ്ട്. പിന്നെ മുൻ ഏരിയ സെക്രട്ടറിയും മഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ മുൻ ചെയർമാനായിട്ടുള്ള അസയാക്കുണ്ട്. മുൻ ഏരിയ സെക്രട്ടറി തന്നെയായിട്ടുള്ള പിന്നെ അജിത്തേട്ടുണ്ട്. നഗരസഭയുടെ പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു അജിത്ത് വല്ലാഞ്ചിറ. പിന്നെ മുൻ ഏരിയ സെക്രട്ടറി തന്നെയായിട്ടുള്ള ഈ മുൻ ഏരിയ സെക്രട്ടറിമാർ കുറേ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ മുബഷീറുണ്ട്. മുബഷീർ SFയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, DYFയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നെ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജസീർ കുരിക്കുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ. ഈ പിന്നെ പാർട്ടി ഇന്റെ കൂടെ ലോക്കൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ശങ്കരേട്ടുണ്ട്. ഇന്റെ കൂടെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടും ലോക്കൽ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ച അബ്ദാലുണ്ട്. ഇവരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. എല്ലാവരായിട്ടും ഈ ഹഗ് തന്നെ സംസാരിക്കുന്നത് അത്യാവശ്യം എല്ലാവരായിട്ടും. പിന്നെ പെൺകുട്ടിയായിട്ടുണ്ടായിരുന്നത് ജിജിയാണ്. ഇപ്പോൾ നമ്മൾ വേങ്ങരയിൽ നമ്മളെ പിന്നെ TK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ച അപ്പോൾ എനിക്ക് ഓളയും കെട്ടിപ്പിടിക്കണം തന്നെയായിരുന്നു ഇഷ്ടം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എനിക്ക് അത്രയും സ്നേഹമുള്ള കുട്ടിയാണ്. ഞങ്ങൾ തമ്മിൽ നേരിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ അവളുടെ പ്രണയം എന്നോട് പറയും. ഞങ്ങൾ തമ്മിൽ അത്രയും പിന്നെ നല്ല സൗഹൃദം ഉണ്ടാവുകയൊക്കെ ചെയ്തത്. സജിത്താണ് അവളെ കല്യാണം കഴിച്ചത്. സജിത്ത് അത്ര നല്ല ഒരു പിന്നെ ചെക്കനാണ്. ഓനും പിന്നെ നല്ല മിടുക്കനാണ്. പിന്നെ ഓൻ്റെ അച്ഛൻ സോമാഷൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ജിജി ഞാൻ തമ്മിൽ ഇടയ്ക്ക് ഉടക്കി. ഈ പിന്നെ മന്ത്രി റിയാസിന്റെ ഒരു വിഷയമായിട്ട് വന്നപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ഇവിടെയായിട്ട് ഞാൻ ഉടക്കിയതാണ്. അപ്പം അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഞാൻ പിന്നെ ഓളെ പിന്നെ കെട്ടിപ്പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തലയിൽ കൂടി പോയാണ്ട് ഇങ്ങനെ ഒഴിഞ്ഞാണ്ട് പിന്നെ സംസാരിച്ചു. അങ്ങനെ ചെയ്തു. പിന്നെ മമ്മൂട്ടിയാക്കാം. പിന്നെ ആമീർ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. അതേമാതിരി തന്നെ ചിയാബ്, നവാസ്, കരിക്കാട് ഷാജി, പിന്നെ ആമീർ റോട്ടിൽ തന്നെ നാസറിനെ രാഷ്ട്രീയ രംഗത്ത് കൊണ്ടിരുന്ന ഞാനാണ്. നാസറിനെ നല്ല എഴുത്തായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ അവനെ ഒരു യുവതാര ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബ്ബ് ഉണ്ടാക്കിയിട്ട് 2006 ഞാനന്ന് അവിടെ പിന്നെ ഒരു 3 മാസം താമസിച്ചിട്ടുള്ളൂ. ഞാൻ ആ 3 മാസം താമസിച്ചപ്പോൾ നാസറിനെ ഇവന്റെ ഈ കഴിവ് കണ്ടപ്പോൾ അങ്ങനെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്ന. പിന്നെ വിനോദിന്റെ ജ്യേഷ്ഠൻ പിന്നെ സുല്ല് ആത്മഹത്യ ചെയ്തു. പിന്നെ വിനോദിന്റെ ജ്യേഷ്ഠൻ അല്ലന്റെ അടുത്ത സുഹൃത്താണ്. അതേപോലെ അസയും കുഞ്ഞാണെങ്കിൽ തിരിച്ചു വരാൻ പറ്റും. പിന്നെ അവിടുന്ന് വണ്ടി ഏർപ്പാടാക്കി തരുന്നു അന്ന് ഉച്ചയ്ക്ക് തരുന്നു. പിന്നെ ഈ സാലിഫിന്റെ വണ്ടിക്കാണ് ഞാൻ പിന്നെ എൻ്റെ കുടുംബമായിട്ട് ഈ പോണ്ടിച്ചേരി ഇങ്ങോട്ടൊക്കെ ടൂർ പോകുന്നത്. പിന്നെ 2013 എൻ്റെ മമ്മി ജീവിച്ചിരിക്കുന്ന സമയത്ത്. പിന്നെ ഈ സുലൈമാൻ, ഈ ചെറുപള്ളി സുലൈമാൻ എൻ്റെ കൂടെ ലോക്കൽ കമ്മിറ്റി ഉണ്ടായിരുന്നാണ്. പിന്നെ അന്ന് ചെറുപള്ളി ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ചെറിയാക്ക പൊലത്ത് പിന്നെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ചെറിയാക്ക. പിന്നെ കോയമാഷ്, ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു കോയമാഷെ കണ്ടു. പിന്നെ മോഹൻലാലേട്ടനെ കണ്ടു. അതിലൊക്കെ ഭയങ്കര രസമുള്ള കഥയുണ്ട് കേട്ടോ, അത് ഞാൻ പിന്നീട് പറയാം. അത് പിന്നെ ആനക്കൂടുപുറത്ത് ഉള്ള അഷ്റഫിനാണെങ്കിലും അഷ്റഫുമായിട്ട് എനിക്ക് ഭയങ്കര ബന്ധമുണ്ട്. മോഹൻലാലിനായിട്ടൊക്കെയുള്ള പിന്നെ കണക്ഷൻസ് ഞാൻ വേറെ പറയാം. ഈ അഷ്റഫിന്റെ എന്ന് പറഞ്ഞാൽ അഷ്റഫിന് മഞ്ചേരി അങ്ങാടിയിൽ പോർട്ടറായിട്ട് ജോലി കിട്ടാതിരുന്നൊരു സമയമുണ്ട്. അന്ന് പിന്നെ അഷ്റഫിന്റെ പിന്നെ മൂത്താപ്പാന്റെ മകൻ മൂർഖം കരിമാക്ക അവിടെ പിന്നെ പഴയ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. അപ്പം മൂപ്പര് ഈ പോർട്ടർഷിപ്പ് ഒഴിവാക്കിയിട്ട് അത് ഇവന് കൊടുക്കാന്ന് കരുതി. അപ്പൊ ഇവന് കൊടുക്കുന്നില്ല. അപ്പൊ 2008 ഞാൻ ഈ പിന്നെ ഇതിന്റെ അടുത്ത് വന്നാണ്ട് ഇവര് പറഞ്ഞു
പിന്നെ അഷ്റഫ് കൂടി വന്നിട്ട് പറഞ്ഞു നിങ്ങളൊന്ന് സഹായിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഞാനപ്പോൾ തന്നെ സിഐടിൻ്റെ നേതാക്കന്മാരെ വിളിച്ചു, ഒറ്റ ദിവസം കൊണ്ട് റെഡിയാക്കി. പക്ഷേ ഈ സിഐടിൻ്റെ നേതാക്കന്മാർ പിന്നെ മരിച്ചുപോയ സംസ്ഥാനമൊക്കെ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ അഷ്റഫൊക്കെ പാര വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെനിക്കറിയില്ല, എനിക്ക് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ ഒരാൾക്കൊരു ജോലി വേണം എന്നുള്ളതാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ജോലി മേടിച്ചു കൊടുക്കാനുള്ള ഒരു പണി ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലർക്കും ജോലി മേടിച്ചു കൊടുത്തിട്ടുണ്ട് അന്ന്. പിന്നെ ഈ ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇവരെ ജനാർദ്ദനേട്ടനെ കണ്ടു, ബി എം ഷൗക്കത്താക്കനെ കണ്ടു, ബി സുധാരേട്ടനെ കണ്ടു, പിന്നെ എല്ലാവരെയും കണ്ടു. ഇതിനിടയിൽ കൂടിയാണ് ഇവർ ഈ ഒലക്കമലെ ഈ പിന്നെ അനുസ്മരണ യോഗം നടക്കുന്നത്. അനുസ്മരണ യോഗം നടന്നപ്പോൾ ഞാൻ കരുതി എന്തറിയോ, അത് മര്യാദക്കുള്ള വർത്താനം പറയുന്ന ഈ ഇപ്പം അസ്കറാമിയൂരും ഷൈജലാമിയൂരും പിന്നെ ലീഗിന്റെ പ്രതിനിധികളാണ്, പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് ബി സുധാകരേട്ടൻ. അപ്പൊ അസ്കറിനും ഷൈജലിനും പിന്നെ സുധാകരേട്ടനും ഇപ്പൊ ഈ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ മഹത്വം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് പിന്നെ നാട്ടിലുള്ള പിന്നെ പൊതുപ്രവർത്തകൻ മരണപ്പെട്ടു, അതിലുള്ള കഥ പറഞ്ഞാൽ മതി. ഇവിടെ പോയാൽ നമ്മളെ CPM ഒലക്കമല നേതാക്കന്മാർ മുഴുവൻ പോയിട്ട് പറയും മനോഹരമായൊരു മാതൃകയായിരുന്നു സഖാവ് കുട്ടിയപ്പാക്ക, സംഘടനാപരമായ മികവുറ്റ ഉദാഹരണമായിരുന്നു, ഈ നാടിനെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നേ. ഇവരതൊന്നല്ല പറയേണ്ട. ഈ പൊട്ടന്മാര് ഞാൻ പറഞ്ഞ ഈ CPM നേതാക്കന്മാർക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. ഈ അപ്പന്മാഷ് പറയണ മാതിരിയാ, എന്റെ മുമ്പിലുള്ള നിങ്ങളല്ല നിങ്ങളുടെ മുമ്പിലില്ല ഞാനല്ല ഞാൻ, പിന്നെ കാരണമുതലമാര് കടക്കുപുറത്ത് മറ്റേത് മറിച്ചത് പിന്നെ പരമാറി, ഈ വർത്താനം മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കൂറ്റനാടുത്ത് അപ്പം കൊണ്ടുവന്നാണ്ട് എറണാകുളത്ത് പിന്നെ നാളെ തൊട്ട് കൊണ്ടുവരും, ഏത് സിൽവർ ലൈൻ വന്ന. അപ്പൊ ഈ ഓന്റെ പിന്നെ അമ്മായിന്റെ സിൽവർ ലൈൻ വരാത്തതുകൊണ്ട് ഇപ്പോഴും പിന്നെ എറണാകുളത്തുള്ള ആൾക്കാർ പട്ടിണി കിടക്കാണേ. ഈ നായ്ക്കളെ വിചാരത്താ എനിക്കറിയില്ല, സത്യം പറയാം, പച്ച മലർത്ത് പറയാം. ഇവരെ വിചാരം എന്താ, ഇവരിപ്പോ എന്നിട്ട് അനുസ്മരണ യോഗം ഈ നാടിന്റെ ഒരു മനോഹരമായ മാതൃകയായിരുന്നു കുട്ടിയപ്പോ. അതിപ്പോ എല്ലാവർക്കും അറിയുന്നേ. അതല്ല പറയേണ്ടത്, പറയേണ്ട ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. കുട്ടിയാപ്പിനെയൊക്കെ അനുസ്മരിക്കേണ്ട രീതിയുണ്ട്. കുട്ടിയാപ്പിനെയൊക്കെ അനുസ്മരിക്കുമ്പം ഇവർ ചെയ്യേണ്ട ഒരു കാര്യം എന്തറിയോ, ഈ പിന്നെ എന്റെ പപ്പയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പപ്പയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരുന്ന സമയത്ത് പിന്നെ അന്ന് ഈ ക്രിസ്ത്യാനികൾക്കിടയിൽ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരുന്നതിന് ഭയങ്കര എതിർപ്പുണ്ടായിരുന്ന സമയമുണ്ട്. പള്ളിയിലൊക്കെ വിലക്കുണ്ടാകുക, മറ്റുള്ള കാര്യങ്ങളുണ്ടാകുക ഒക്കെ ഉണ്ടാകുക. അപ്പം മുസ്ലിം സമൂഹത്തിൽ എത്രത്തോളം ഇവർ പിന്നെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും. അതുമല്ല, ഇന്നത്തെ മാതിരി റോഡില്ല, സൗകര്യമില്ല, തിരിച്ചടിക്കാൻ ആളില്ല. എനിക്കറിയാം എന്റെ നാട്ടില് ഞാൻ ഈ കൂമംഗലത്ത് പിന്നെ പാർട്ടി ഉണ്ടാക്കിയ ആളാണ് ഞാൻ. കൂമംഗലത്ത് പിന്നെ അന്ന് ലോക്കൽ സെക്രട്ടറി, ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ഷൗക്കത്താക്കിയും പിന്നെ ഒരു പാർട്ടി മെമ്പറായിട്ടുള്ള കരുവാടം ഇതൊക്കെ പിന്നെ ഞാനും ഉള്ളൂ പാർട്ടി മെമ്പർമാർ, 3 ആളുള്ളൂ. ഞാൻ ചെറിയ കുട്ടിയാ, 18 വയസ്സിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ വന്നു. അവിടെ പാർട്ടി ഉണ്ടാക്കുമ്പോൾ തന്നെ എത്രങ്ങാനും കച്ചറുണ്ടായിക്കണമെന്നറിയോ, എത്രങ്ങാനും ബുദ്ധിമുട്ടുണ്ടായിക്കണമെന്നറിയോ. മുസ്ലിങ്ങളുടെ കോട്ടയാണ്. അവിടെ ആദ്യമായിട്ട് DYFന്റെ യൂണിറ്റ് ഉണ്ടാക്കുന്ന ഞാനാണ്. ആദ്യത്തെ DYFന്റെ യൂണിറ്റിന്റെ പിന്നെ യൂണിറ്റ് സെക്രട്ടറി ഞാനാണ്. ആദ്യമായിട്ട് പാർട്ടിന്റെ ഗ്രൂപ്പ് കമ്മിറ്റി ഉണ്ടാക്കുന്ന ഞാനാണ്. അതിന്റെ ഗ്രൂപ്പ് കമ്മിറ്റി കൺവീനർ ഞാനാണ്. ഞാനത് പാർട്ടി എൽസിയിലുണ്ട്. പിന്നെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ളവർക്കൊക്കെ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പും കിട്ടി, പിന്നെ ഫുൾ മെമ്പർഷിപ്പ് കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അതിന് വരേണ്ടി വന്നില്ല. അപ്പൊ എനിക്ക് നിന്റെ ഫൈറ്റൊക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ ഈ മമ്മൂട്ടിയാക്കയും ഈ കുട്ടിയപ്പൊക്കെ എത്രങ്ങാനം നയിച്ചിട്ടുണ്ടാവും. ഈ ആമീര് പോലുള്ള സ്ഥലത്ത് അത് 95% മുസ്ലിങ്ങളുടെ സ്ഥലമാണ്. ഇവര് ഫൈറ്റ് ചെയ്ത് മാറ്റിണ്ടാക്കിയതാണ്. ഇവർ ഫൈറ്റ് ചെയ്ത് മാറ്റിണ്ടാക്കി. അതിനെക്കുറിച്ച് അതിന്റെ ചരിത്രമല്ലേ ഇവർ പറയേണ്ടത്. മറ്റൊരു പറയണതൊക്കെ ഇപ്പൊ അസ്കറും ഷൈജലും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സുധാരേട്ടനും ഒക്കെ പറയണതൊക്കെ, കാരണം അവർക്ക് അവരുടെ രാഷ്ട്രീയത്തിൽ നിന്നിട്ടേ പറയാൻ പറ്റുള്ളൂ. അവർക്ക് പിന്നെ ഒരു മര്യാദയുടെ പുറത്താണ് അവർ ഈ അനുശോചന യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഒരു സ്നേഹത്തിന്റെ പുറത്താണ് പങ്കെടുക്കുന്നത്. അവർ കുട്ടിയാപ്പായിട്ടുള്ള ആദരത്തിന്റെ പുറത്താണ് പങ്കെടുക്കുന്നത്. ഈ പാർട്ടിക്കാർ ഈ നായ്കൾ പോയി കണ്ട് ഒലക്കമല വർത്താനം പറയാം. അപ്പൊ ഞാൻ ഈ മുൻ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഇപ്പോൾ പാർട്ടിയുടെ DC മെമ്പറായിട്ടുള്ള മുബഷീറുമുണ്ട്, പിന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ജസീർ കുരിക്കുള്ള പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറാണ്. ഇവർ രണ്ടാളും നിൽക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ നല്ല അടിച്ച് ഫിറ്റില്ലേ, എനിക്ക് പിന്നെ എന്ത് തേങ്ങ നോക്കാറുള്ളത്. ഞാൻ ചെന്നിട്ട് പറഞ്ഞ എത്ര ഒലക്കമല പിന്നെ പരിപാടി നടത്തുന്ന വിഷയം ഞാൻ പച്ചക്കോലോട് ചോദിച്ചു, എന്ത് ഒലക്കമല അനുസ്മരണമാണ് നടത്തണമെന്ന് പറഞ്ഞു. എന്ത് തേങ്ങയാണ് നടത്തുന്നത്, ഇവരെന്ത് തേങ്ങ. ഇവർക്ക് കുട്ടിയാപ്പിനെ കുറിച്ച് പറയാൻ അറിയണ്ടേ, അല്ലെങ്കിൽ മമ്മൂട്ടിയാക്കനെ കുറിച്ച് പറയാൻ അറിയണ്ടേ, അല്ലെങ്കിൽ കോയക്കുട്ടിയാക്കനെ കുറിച്ച് പറയാൻ അറിയണ്ടേ. ഇവരൊക്കെ അവിടെ കുഞ്ഞുമാക്കനെ
മുപ്പത്താലത്തെ കുഞ്ഞുമാക്കാനെ അനുസ്മരിക്കുകയാണെങ്കിൽ പറയും മഹാനായ സഖാവായിരുന്നു, മാതൃകാപരമായ സഖാവായിരുന്നു. ഓലക്കമല വർത്തമാനേ എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ചൊറിഞ്ഞു വരും. എനിക്കിങ്ങനെ പിന്നെ ഇവരെ ഈ മഹാനും പിന്നെ ഈ മഹത്തരവും പിന്നെ ഇവരെ ഈ പിന്നെ തേങ്ങാക്കൊലയൊന്നും വേണ്ടെന്നേ. അവർ ആ കാലഘട്ടത്തിൽ അനുഭവിച്ച ഒരു ത്യാഗത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്. അവർ ആ കാലഘട്ടത്തിൽ ഈ പാർട്ടിയെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് പറയേണ്ടത്. എത്ര റിസ്ക് എടുത്തിട്ടാ ജീവിക്കാൻ പോലും മാർഗമില്ലാതെ വീട്ടിലെ കാര്യം പോലും നോക്കാൻ പറ്റാതെയാണ് ഇവർ, കുടുംബം പോലും നോക്കാതെയാണ് ഇവർ പോയിട്ടുള്ളത്. അതറിയണ്ടേ? എന്നിട്ട് പിന്നെ ഈ ഓലക്കമല സഖാക്കളെ മാറ്റാൻ പരിപാടി. എനിക്ക് ഈ നായ്ക്കളോടൊന്നും ഒരു സ്നേഹമില്ല. ഇവരൊക്കെ പിന്നെ ഓലക്കമല ഈ പിന്നെ പ്രസംഗം കേട്ടുകാണൊന്നും കോരിത്തരിക്കുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ അതുകൊണ്ട് തന്നെ പറഞ്ഞത്, മുൻ ഏരിയ സെക്രട്ടറി, ഇപ്പൊ പാർട്ടി ഡി സി മെമ്പറാണ്, മുൻ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയാണ്, എസ്.എഫ്.ഐ ജില്ലാ സെക്രട്ടറിയാണ് മുബഷീറുണ്ട്, പിന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ജസീറിന് ഞാൻ ഓരോ രണ്ടാളും പോയിട്ട് പറഞ്ഞു എത്ര ഓലക്കമല പിന്നെ പരിപാടി അവിടെ നടക്കണം ചോദിച്ചു. എനിക്കൊരു തേങ്ങയില്ല. എന്നെ പിന്നെ ഇപ്പൊ ബല ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാലോ ഒരുത്തനെങ്കിലും കൊന്നിട്ടേ പോവുള്ളൂ. എന്റെ സ്വഭാവമാ. അത് അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എന്ത് പ്രസംഗമായിരുന്നു എന്നറിയാം, വൃത്തികെട്ട പ്രസംഗം. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ബാക്കി വിഷയങ്ങളിലേക്ക് വരാം. ഞാൻ അവിടുന്ന് പിന്നെ വീണ്ടും എന്നെ തിരിച്ച് അവിടുന്ന് അസൈൻ കുഞ്ഞ് ഒരു ഓട്ടോറിക്ഷ ഏർപ്പെടുത്തിയിട്ട് തന്നെ വീണ്ടും മഞ്ചേരി ഹോട്ടലിലേക്ക് കൊണ്ടുപോയാക്കി. അസൈൻ കുഞ്ഞ് പറഞ്ഞ് ഇന്ന് ഇവിടെ കണ്ട പോയിക്കൊന്നാണ്. അസൈൻ കുഞ്ഞിന്റെ വളരെ അടുത്ത സുഹൃത്താണ്, അടുത്ത സഖാവാണ്. പിന്നെ അസൈൻ കുഞ്ഞിന്റെ ഒരു പിന്നെ കേസ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ അടുത്ത ദിവസം ആകുമ്പോൾ രാവിലെ ഉണ്ട്. ഞാനപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, ഞാൻ മഞ്ചേരി ഉണ്ടെന്നുണ്ട്. അപ്പം എന്നെ പാലായി സുലൈമാൻ വിളിക്കുന്നു, ചെറുപള്ളി സുലൈ, ചെറുപള്ളിയിലെ പഴയ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു, പഴയ പിന്നെ എൻ്റെ കൂടെ ലോക്കൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതാണ്. പിന്നെ കോയക്കുട്ടിയാക്കി വിളിക്കുന്നു. സുലൈനോട് പറഞ്ഞ് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ മഞ്ചേരിയാണ്, പിന്നെ ഞാൻ ഇന്ന് തിരിച്ചു പോകാൻ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. കോയക്കുട്ടിയാക്കി എന്നെ വിളിച്ചു. കോയക്കുട്ടിയാക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആമീർ റോഡ് ബ്രാഞ്ച് സെക്രട്ടറിയാണ്. കുട്ടിയാക്കയുടെ ഭാര്യ പിന്നെ ഖദീജത്ത് ടീച്ചർ, പിന്നെ അവിടെ ആമീർ സ്കൂളിലെ ടീച്ചറായിരുന്നു. ഈ ആമീർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു 5-6 കിലോമീറ്റർ ദൂരമാണ് അവരുടെ വീട്. കോയക്കുട്ടിയാക്കി എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ഈ 2005 CPM സംസ്ഥാന സമ്മേളനത്തിന്റെ സമയത്ത് പുള്ളിയുടെ വീടിന്റെ മുമ്പിലായിരുന്നു നമ്മളെ ഈ പരേഡ് റിഹേഴ്സലൊക്കെ നടത്തിയിരുന്നത്. ഈ ആൾക്കാരെ ഈ റെഡ് വോളണ്ടിയേഴ്സിനെ പരിശീലിപ്പിക്കുന്ന പരിപാടിയൊക്കെ എനിക്കന്ന് മഞ്ചേരി ജലീലിനെയാണ് കൊണ്ടുവന്നിരുന്നത്. എനിക്ക് ഇപ്പോഴും ഉണ്ട് LICയിലുള്ള പോർട്ടറായിട്ടുള്ള ജലീലിനെ. അന്ന് കൊണ്ട് അതിന്റെ ചുമതലയ്ക്ക് എനിക്കായിരുന്നു. അപ്പൊ ഈ കോയക്കുട്ടിയാക്കടെ വീട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് ചായ കുടിച്ചിട്ടുണ്ട്, ചോറ് കഴിച്ചിട്ടുണ്ടൊക്കെ ഉണ്ട്. കോയക്കുട്ടിയാക്ക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് തന്നെ ഒന്ന് കാണണം. കോയക്കുട്ടിയാക്ക് 10-65 വയസ്സ് കഴിഞ്ഞു. രാജൻ ജോസ് പിന്നെ ആദ്യം വിളിച്ചപ്പോൾ പിന്നെ പേര് പറഞ്ഞില്ല. അപ്പോൾ പുള്ളി മിസ് കോൾ അടിച്ചു. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പുള്ളിയുടെ നമ്പർ എൻ്റെതില്ല. പിന്നെ ഹലോ, ഇതാരാണ്? എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എന്നോട് ആരാണെന്ന് ചോദിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് ഇങ്ങോട്ടൊരു മിസ് കോൾ വന്നിട്ടാണ്. നിനക്കെന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ശബ്ദം കേട്ടപ്പോൾ തിരിച്ചത് എത്ര 18 വർഷങ്ങൾക്ക് ശേഷം ഞാൻ കോയക്കുട്ടിയാക്കാണെന്ന് ചോദിച്ചു അമ്മയുടെ. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു ടീച്ചർക്ക് സുഖമില്ലാതിരിക്കുകയൊക്കെയാണ്, പിന്നെ എനിക്കും കാണണം, ടീച്ചർക്കും എന്നെ കാണണം എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ ഈ മരിച്ചുപോയ കുട്ടിയാപ്പാക്കൻ്റെ മകനെ തന്നെ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു നിനക്കൊന്ന് വണ്ടി കൊണ്ട് വരാൻ പറ്റുന്ന അവസ്ഥയുണ്ടോ? ഡയറക്റ്റ് എനിക്ക് വണ്ടി ഓടിക്കാനുള്ള മാനസികാവസ്ഥയില്ല. പെങ്ങളെ മോനുണ്ട് ഷിബു എന്ന് പറയും, അവനെ 5 വയസ്സുള്ളപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാ. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷത്തെ കാണണേ, 5-6 വയസ്സുള്ളപ്പോൾ കണ്ടതാ. പിന്നെ അത്രയും കുഞ്ഞാവുമ്പോൾ കണ്ടതാ. അവനിപ്പം 23 വയസ്സായി, 18 വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പം പിന്നെ ഷിബുവിനെയും കൂട്ടിയിട്ട് ഈ പിന്നെ ഷബീർ മാനു അങ്ങോട്ട് വന്നു, ഹോട്ടലിൽ വന്ന് എന്നെ കൂട്ടി കോയക്കുട്ടിയാക്കടെ വീട്ടിൽ പോയി. ഞാനിതേപോലെ ഈ കയ്യിൽ ഇതേപോലത്തെ ഒരു കയ്യിൽ തന്നെ കൊടുത്തിട്ട് ഞാൻ ഒരു ഷർട്ട് ഇട്ടിട്ട്, ഈ ഷർട്ടല്ല വേറെ ഷർട്ട് ഇട്ടിട്ട് കോയക്കുട്ടിയാക്കടെ വീട്ടിൽ പോയി. കോയക്കുട്ടിയാക്ക ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഞാൻ വരില്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി എന്തറിയോ, ഈ കുട്ടിയാപ്പാക്ക് എന്നെ 9 വർഷമായിട്ട് പലപ്പോഴും വിളിച്ചപ്പോൾ ഞാൻ പോയിട്ടില്ല. പിന്നെ കാണുന്നത് ബോഡിയാണ്. നാളെ ഞാൻ മരിച്ചു പോവോ വേറെ ആരെങ്കിലും മരിച്ചു പോകുന്നൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് നാളെ കോയക്കുട്ടിയാക്ക ഉണ്ടാവുമോ, നാളെ ഞാൻ ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല. അല്ലെങ്കിൽ പിന്നെ തീർത്തിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല. അപ്പം എനിക്ക് പോയിട്ട് കാണണം എന്ന് തോന്നി. പിന്നെ സുലൈൻ്റെ അടുത്തും വരടുത്തൊന്നും പോയില്ല. കാരണം ഒന്ന് പിന്നെ ഇവർ പ്രായമായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. ടീച്ചർക്ക് മുമ്പ് കൊടുത്തു, കോയക്കുട്ടിയാക്ക് മുമ്പ് കൊടുത്തു. പിന്നെ ഒരുമിച്ചിരുന്നൊരു ഫോട്ടോ എടുത്തു. ഷബീർ കൊണ്ടായിരുന്നു, ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ തിരിച്ചു പോന്നു. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം
എനിക്ക് ഈ കാരക്കുന്ന് പിന്നെ 34 സെബീറുണ്ട്, പഴയ എൻ്റെ കൂടെ DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. പിന്നെ ഇപ്പം റവന്യൂ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അവനും പിന്നെ ഗൾഫിൽ നിന്ന് വന്ന ജംഷാദും ഉണ്ട്. അപ്പോൾ അവർ വന്നു. അവർ അങ്ങനെ കുറച്ച് ആൾക്കാരുള്ളൂ ഈ കള്ളുടിക്കാത്തവർ കേട്ടോ. ബാക്കി വരുന്നവർ മുഴുവൻ എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരായിരുന്നു. അവരൊന്നും പേര് പറയുന്നില്ല. കള്ളു കുടിക്കുന്നവരെ പേര് ഞാൻ പറയുന്നില്ല, കള്ളി കുടിക്കാത്തവരെ പേരേ പറയുന്നുള്ളൂ. മറ്റേ ഷബീറും എന്ന് പറഞ്ഞാൽ കുട്ടിയാപ്പാക്കൻ്റെ മകളൊന്നും എൻ്റെ കൂടെ കള്ളുടിക്കാനൊന്നും നിൽക്കുന്ന ആൾക്കാരല്ല. അവരൊന്നും കള്ളുടിക്കാതെ വന്നിട്ട് മര്യാദയ്ക്ക് പോകട്ടെ. അവനവൻ്റെ പെങ്ങളെ മോനെയും കൊണ്ടാണ് വന്നത്. അതേപോലെ ഈ സെബീറിൻ്റെ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ ഇണ്ണിയാക്കൻ്റെ ഒപ്പം ലോക്കൽ കമ്മിറ്റി ഉണ്ടായിരുന്ന പിന്നെ സെബീർ, പിന്നെ ജംഷാദും DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ജംഷാദും കൂടി വന്നു. പിന്നെ അവർ അന്ന് മാത്രമേ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചു. അവരന്ന് എനിക്ക് എന്തോ നെയ്റോസ്റ്റോ എന്തോ പിന്നെ മസാല ദോശയോ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, അവർ മേടിച്ചു തന്നു. അവർ പിന്നെ എൻ്റെ കൂടെ കള്ളു കുടിക്കാൻ നിൽക്കില്ല. അവർ കള്ളു കുടിക്കില്ല. അവർ പിന്നെ വളരെ മാന്യമായി എന്നെ ട്രീറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്നു. പിന്നെ വരുന്ന ആൾക്കാർ മുഴുവൻ എന്ന് വെച്ചാൽ രാവിലെ വരുന്ന കുറച്ച് ആൾക്കാർ വരും, ഉച്ചയ്ക്ക് കുറച്ച് ആൾക്കാർ വരും, എല്ലാവരും വരും. വരുന്ന ഒരു കുപ്പി കൊണ്ടുവരും. ഈ തിരുനങ്ങ അടിച്ചഫി ഇതായി പോയി. എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ നിയന്ത്രണം പോയി. എന്തായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഇന്ന് രക്ഷപ്പെട്ട് ഇന്ന് ഉച്ചയ്ക്ക് പിന്നെ ചില സുഹൃത്തുക്കൾ വന്നു. അവരും പിന്നെ അവരെ പേര് പറയുന്നില്ല, കാരണം അവർ മദ്യപിച്ചിട്ട് തന്നെയാണ് വന്നത്. പക്ഷെ അവർ മദ്യപിച്ചെങ്കിലും എന്നെ ഇന്ന് കയറ്റി വിടണം എന്നുള്ള നിർബന്ധത്തിലായിരുന്നു. എന്നെ ഇന്ന് കൊണ്ടുപോകുക അവർ തന്നെ പറഞ്ഞ റൂം കയറ്റി ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എന്നെ കയറ്റി പിന്നെ അങ്ങാടിപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നെത്തിച്ചു. പിന്നെ പൂരല്ലേ മാറുകയുള്ളു. അങ്ങനെ പോകുന്നു. ഇതൊക്കെയാണ് ജീവിതം. പക്ഷെ നാളത്തോടുകൂടി ഞാൻ ഓക്കെ ആവും. അടുത്ത ദിവസം തൊട്ട് ഞാൻ പിന്നെ വീഡിയോ ചെയ്യാൻ തുടങ്ങും. കാരണം പിന്നെ ഈ രക്ഷപ്പെടാൻ ഒരു ദിവസത്തെ ഗ്യാപ്പ് മതി, അത് മാത്രമല്ല, ഞാൻ അപ്പോൾ പെങ്ങളെന്നെ വിളിച്ചായിരുന്നു. പെങ്ങളും ഈ ഫ്ലാറ്റിൽ തന്നെ താഴെ താമസിക്കുന്ന അനിയത്തി. അപ്പോൾ അവളെന്നെ വിളിച്ച് പിന്നെ വരുന്നില്ലേ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ എന്താ ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ഉള്ളത്? അപ്പോൾ എന്തോ ചപ്പാത്തി എന്തോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കഞ്ഞി വല്ല മതി. അപ്പോൾ അവിടെ എന്നാൽ ഉലുവാക്കഞ്ഞി ഉണ്ടാക്കാം, കർക്കിടക മാസമല്ലേ, ഉലുവാക്കഞ്ഞി ഉണ്ടാക്കാം. അപ്പോൾ ഉലുവാക്കഞ്ഞിക്ക് എന്തായാലും കൂട്ടാനെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു മഷ്റൂം. എനിക്കാണെങ്കിൽ ഇതാണൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഇനി ഒരു ഉണക്കമീനെങ്കിലും വറക്ക്. അപ്പോൾ അവൾ പറഞ്ഞു ഉണക്കമീനല്ല, പച്ചമീനിൻ്റെ ഒരു കഷ്ണം ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്, അത് വറുത്ത് തരാം എന്ന് പറഞ്ഞു. എന്തായാലും മഷ്റൂമും കൊണ്ടുവന്നിട്ടുണ്ട്, ഉലുവാക്കഞ്ഞിയും കൊണ്ടുവന്നിട്ടുണ്ട്, പച്ചമീനും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നാളത്തോടു കൂടി റിക്കവർ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥിക്കുക എല്ലാവരും കേട്ടോ സുഹൃത്തുക്കളെ. പിന്നെ അവിടെ പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ പിന്നെ നമ്മളെ മാടശ്ശേരിക്ക, നമ്മളെ പിന്നെ ഈ കണ്ടാലപ്പറ്റ എന്ന് പറയുക അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. പിന്നെ അതേപോലെ തന്നെ എന്നെ വിളിച്ച ആൾക്കാർ ഗിരീഷ് നാരായണൻ വിളിച്ച്, യു നാരായണൻ്റെ മകനാണ് ഗിരീഷ്, വിളിച്ചു കഴിഞ്ഞ ദിവസം. അതേപോലെ തന്നെ മണികണ്ഠൻ വിളിച്ചു ഗൾഫിൽ നിന്ന് കഴിഞ്ഞ ദിവസം. പിന്നെ റസാഖുമായിട്ട് ഞാൻ സംസാരിച്ചു. റസാഖ് പോപ്പുലർ ഫ്രണ്ടുകാരനാണ്. അപ്പം ഇതിനൊന്നും ഒരു സാധനമില്ലാതെ ഈ മലപ്പുറത്തൊന്നും ഒരു വർഗീയത നടക്കൂല. മലപ്പുറത്തൊക്കെ വർഗീയത നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ പിന്നെ മുഹമ്മദ് അമീനെയും യേശു ക്രിസ്തുവിനെയും പിന്നെ ശ്രീരാമനെയൊക്കെ ചീത്ത പറയുന്ന എന്നെ ആരെങ്കിലും കൊല്ലത്തില്ലേ? ഒരു പ്രശ്നമില്ല, ഒരു വിഷയമില്ല, ഒരു വർഗീയതയില്ല. ഇവിടെയുള്ള മനുഷ്യർക്കില്ല. ഇത് ഈ തൃശ്ശൂർ കൂട്ടത്തെ അങ്ങോട്ടാണ് പോകുന്നത്, അങ്ങോട്ടേ ഉള്ളൂ. ഇങ്ങോട്ട് പിന്നെ മലബാറിൽ ആ സാധനമില്ല. ഇല്ലയെന്നുള്ളൊരു തെളിവല്ലേ കോഴിക്കോട് ഈ പിന്നെ വടകരയിൽ ഈ കാഫർ പ്രയോഗം ഉണ്ടാക്കിയ എന്തിനാ? ഹിന്ദു വർഗീയത കത്തിക്കാനാണ്. ഈ നാദാപുരം പ്രദേശത്തൊക്കെ അങ്ങനെ ഹിന്ദു മുസ്ലിം വർഗീയത ഉണ്ടായിരുന്നു. അത് കത്തിച്ചിട്ട് എങ്ങനെയെങ്കിലും ശൈലജ ടീച്ചറെ ജയിപ്പിച്ചെടുക്കാൻ ചെയ്തിട്ടുള്ള അടവാണ് നടത്തിയത്. നടന്നില്ലല്ലോ, ഹിന്ദുക്കളെ വീണില്ല. കോഴിക്കോട് പിന്നെ മറ്റേ MK രാഘവനെ രാഘവേട്ടാന്ന് വിളിക്കണ്ട. അപ്പോൾ ഇപ്പുറത്ത് കരിയംക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ മുസ്ലിങ്ങളെ വിളിക്കാൻ നോക്കിയാൽ മുസ്ലിങ്ങളതിൽ വീണില്ല. ഈ മലബാറിലൊന്നും ഇത് തേങ്ങ നടക്കൂല. ഇവരെ വർഗീയത ഏത് പാർട്ടി കൊണ്ടാലും ഒരു പാർട്ടി കൊണ്ടാലും നടക്കൂല എന്നുള്ളത് ഏറെക്കുറെ ബോധ്യമായൊരു സമയത്താണ് നിൽക്കുന്നത്. മാത്രമല്ല എൻ്റെ മഞ്ചേരിയിൽ വന്നിട്ടുള്ള ജീവിതം, എൻ്റെ തെക്കലങ്ങോടേക്കുള്ള യാത്ര, പിന്നെ എൻ്റെ നിലമ്പൂര ജീവിതമാണെങ്കിലൊക്കെ വർഗീയതൊന്നും ഇവിടെ നടക്കൂല. വർഗീയത നടക്കൂല. ഇവരെ ഈ പിന്നെ രാഷ്ട്രീയ തിമിരവും നടക്കൂല. ഞാൻ പിന്നെ CPM ചിത്ത പറയുന്നതാണ്. അന്നൊരു CPM ആരെങ്കിലും എന്നോട് എന്തെങ്കിലും എതിർപ്പ് കാണിച്ചു? ഒരാൾ എതിർപ്പ് കാണിച്ചിട്ടില്ല. ഒരാൾ എതിർത്തൊരു വർത്തമാനവും പറഞ്ഞിട്ടില്ല. ഈ ഷിഹാബ് ഇങ്ങനെ പറഞ്ഞു എന്നല്ലാതെ, ഷിഹാബൊക്കെ പിന്നെ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഓന അങ്ങനെ പറയാനുള്ള സ്പേസ് ഉണ്ട്. ഓരോ കുടുംബമായിട്ട് എനിക്ക് അങ്ങനത്തെ ബന്ധമുണ്ട്. അപ്പോൾ ലീഗ് പോയില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കയറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ നമ്പർ എടുത്തുകൊണ്ട് ഞാൻ പിന്നെ ലീഗിൻ്റെ കൊടിയും പിടിച്ചുകൊണ്ട് പ്രകടനം നടത്തിക്കൊണ്ട് വരുന്നതായിരുന്നേ.
പിന്നെ ഇവിടെ BJP-കാരെ കൊണ്ട് എനിക്ക് ശല്യമില്ല, ഒരാളെ കൊണ്ട് ശല്യമില്ല, ഒരു പാർട്ടിക്കാരെ കൊണ്ട് ശല്യമില്ല. പിന്നെ ഇവിടെയല്ല, ഞാനിപ്പോൾ എറണാകുളത്താണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ പറഞ്ഞു തന്നത് സത്യസന്ധമായി ആത്മാർത്ഥമായി പറയാണ്. ഈ മലപ്പുറത്തിൻ്റെ മണ്ണിലൊന്നും ഇതൊന്നും നടക്കൂല. ഇവർ ഈ കണ്ണൂരിൽ നടക്കും പോലെ രാഷ്ട്രീയം, അതിൽ വർഗീയത നടക്കൂല. വർഗീയത ഇനിയിപ്പോൾ കണ്ണൂരല്ല, കേരളത്തിൽ എവിടെയും നടക്കൂല. ഇവരെ ആര് പിന്നെ വർഗീയത കളിച്ചാലും നടക്കൂല. പക്ഷെ പിന്നെ ഈ കണ്ണൂർ ഇവർ പിന്നെ ഈ ബോംബൂട്ടിക്കലും മറ്റുള്ളവരെ എറിയലും ബാക്കിയുള്ളതൊക്കെ പരിപാടി നടത്തും. അതൊക്കെ നടത്തിക്ക്. സഖാക്കൾ എന്തിനാണ് ആൾക്കാരെ കൊല്ലാൻ പോണേ? നമ്മളെ പാട്ടൊക്കെ ഇല്ലേ, പുഷ്പനെ കുറിച്ചൊക്കെയുള്ള പാട്ടൊക്കെ ഇല്ലേ, ഈ എന്താണ് മനുഷ്യ താരകമേന്നോ എന്തൊക്കെ പറഞ്ഞിട്ട് തേങ്ങ ഉലക്ക പാട്ടൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ പാടിക്കാണ്ട് പിന്നെ എങ്ങനെ ഈ ബോംബറിഞ്ഞ ആൾക്കാരെ കൊല്ലാൻ തോന്നുന്നത്? എങ്ങനെ ഈ പിന്നെ കുട്ടികൾക്ക് അച്ഛനില്ലാതാക്കാൻ തോന്നുന്നത്? എങ്ങനെ പിന്നെ ഈ ഭാര്യമാർക്ക് ഭർത്താവിനെ ഇല്ലാതാക്കാൻ തോന്നുന്നത്? ഈ നായ്ക്കളായിട്ടൊന്നും സോൾവ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഈ മലപ്പുറത്തും കോഴിക്കോടും പാലക്കാടും പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള സഖാക്കളായിട്ട് കോംപ്രമൈസ് ചെയ്യും. കണ്ണൂരത്തെ ഈ ജയരാജന്റെ ഒരു തെണ്ടികളോടും കോംപ്രമൈസ് ചെയ്യാൻ ഒരു കാലത്തും തയ്യാറുണ്ട്. കാരണം അയാൾക്ക് കൊന്നു മാത്രമേ ശീലമുള്ളൂ. അത്രയും വൃത്തികെട്ടവനാണ്. ഓക്കെ എന്നാ, ഗുഡ് നൈറ്റ്.